ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിരിജ ചേച്ചിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഉദയഗിരിജ എന്നൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. ഇനി അവർ ഗിരിജ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. കാര്യം ഊവിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എത്ര മനോഹരമായി ഉഡായിപ്പ് കാണിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഒന്ന് നന്മമരം കളിക്കാൻ നോക്കിയതാണ്. ആളുകൾ കൈയോടെ പൊക്കി ഊഞ്ഞാലാടി മൂഞ്ചി തെറ്റിയിരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഡഡി ഗിരിജ. തള്ളയും മോനും കൂടെ ഒളിവിലാണെന്നാണ് കേട്ടത്. പിന്നെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ഓർഫനേജിൽ നിന്ന് 22 പെൺകുട്ടികൾ മറ്റു ഓർഫനേജുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഥാപനം ഉടനെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് കത്ത് കൊടുക്കും എന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡാഡി ഗിരിജ ചേച്ചി ഞങ്ങളായിട്ട് തന്നെ ഇത് അടച്ചുപൂട്ടുന്നു എന്നുള്ള തരത്തിൽ CWCക്ക് കത്ത് കൊടുത്തു എന്നാണ് വാർത്ത വരുന്നത്. എന്താണെങ്കിലും ഈ 22 കുട്ടികളെ മറ്റ് അനാഥ മന്ദിരത്തിലേക്ക് മാറ്റിയല്ലോ, അതിനെപ്പറ്റിയുള്ള ഒരു ന്യൂസ് ഞാനൊന്ന് കാണിക്കാം. അനാഥാലയ നടത്തിപ്പിൽ സമാനതകളില്ലാത്തത്ര ഗുരുതര വീഴ്ച കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടികളെ സ്ഥാപനം മാറ്റിയത്. അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഒരുമിച്ച് കഴിയുന്നതിന് അനുവദിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. കോന്നി, പന്തളം, ഇലന്തൂർ, ഓതറ എന്നിവിടങ്ങളിലേക്കാണ് കുട്ടികളെ മാറ്റിയത്. ഇവരുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലടക്കം CWC ഇടപെടും. സമിതിയുടെ തീരുമാനപ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എത്തി നടപടികൾക്ക് നേതൃത്വം നൽകി. അംഗീകാരം റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്ഥാപനം പ്രവർത്തനം നിർത്തുന്നതായി കാണിച്ച് നടത്തിപ്പുകാരി CWCക്ക് കത്ത് നൽകിയെന്നാണ് വിവരം. എന്താണെങ്കിലും പൂട്ടിക്കിട്ടുന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വളരെ അനുവദിച്ചുകൂടാ. ഇത്രയും കാലം ഈ പാവപ്പെട്ടവരുടെ പേരിൽ ഈ ഒരു സ്ഥാപനം നടത്തി അവര് സ്വത്തുക്കൾ ഉണ്ടാക്കി, കാറുകൾ മേടിച്ചു, വീട് വെച്ചു, അവര് നല്ല ജീവിതം നയിച്ചു. ബാക്കിയുള്ള എല്ലാവർക്കും പട്ടിണിയും പരിവട്ടവും. ഇതാണ് ഈ ഗിരിജ ചേച്ചിയുടെ പരിപാടികൾ. ഇവർക്കെതിരെ ഒരുപാട് ആളുകളാണ് ശബ്ദമുയർത്തി മുന്നോട്ട് വരുന്നത്. അവിടുത്തെ അന്തേവാസികളും അവിടുത്തെ സ്റ്റാഫും ഇവരെ പേഴ്സണലി അറിയാവുന്ന ആളുകളും ഒക്കെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ടൊന്ന് നന്മപരമാവാൻ ശ്രമിച്ചതാണ്. മോനെ കൊണ്ട് അവിടെയുള്ള ഒരു അന്തേവാസിയെ കെട്ടിച്ചു. ഭയങ്കര നന്മപരമാവാൻ ശ്രമിച്ചതാണ്. ഇപ്പൊ ദാ കിടക്കുന്നത് തള്ളയും മോനും കൂടെ ഊഞ്ഞാലാടി ഇവിടെ കിടക്കുകയാണ്. അവന്റെ കാര്യം എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇതുവരെ കേസൊന്നും എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എവിടെ സ്വത്തുക്കളെല്ലാം കണ്ടു കിട്ടണം, അതാണ് വേണ്ടത്. ഈ അനാഥാലയം വെച്ച് അനധികൃതമായിട്ടുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം, ഈ പാവപ്പെട്ടവരെ ഫുഡ് കൊടുക്കാതെ അവരെ ദ്രോഹിച്ച് ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം കണ്ടു കെട്ടണം. നമുക്ക് എന്താണെങ്കിലും കൂടുതൽ ആളുകൾ ഇവർക്കെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ വോയിസുകളായി നമുക്ക് നോക്കാം. ഒരുപാട് സന്തോഷം ചേച്ചി. കാരണം ലാസ്റ്റ് ആയിട്ട് മോളെ കണ്ടപ്പോൾ അവൾ പറഞ്ഞ കുറച്ച് വാക്കുകൾ എന്താ പറയുന്നത്, എന്നോട് കുറെ ചോദ്യം ചോദിച്ചു. നമുക്ക് ആരുമില്ല അല്ലേ അമ്മേ, ആർക്കും നമ്മളെ വേണ്ട അല്ലേ, നമുക്ക് വീടില്ല, അങ്ങനെ ഒരു 10 വയസ്സുകാരിയുടെ 10 നോക്ക് 8 വയസ്സാണ്, 8 വയസ്സുകാരുടെ ചോദ്യം. പിന്നീട് ഞാൻ ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കില്ല. കാരണം സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീടില്ല, പിന്നെ അമ്മയില്ല, അച്ഛൻ എവിടെ ഉണ്ട് എനിക്കറിയില്ല. അച്ഛൻ്റെയും ബാക്കിയുള്ളവരുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. ഈ ഓർഫനേജിൽ അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടികൾ മാത്രമല്ല, പല സാഹചര്യത്തിലും ഇവർക്ക് നോക്കാൻ പറ്റാത്ത കുട്ടികളെയും ഈ ഒരു ഓർഫനേജിൽ കൊണ്ട് നിർത്താറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ പോയി കാണും. അതുപോലും അങ്ങനെ പോയി കാണാൻ പോലും ഇവർ സമ്മതിക്കില്ല എന്നാണ് ഈ സ്ത്രീ വന്ന് പറയുന്നത്. ബാക്കിയേക്കാം. മയൂരി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു വശത്ത് ഒറ്റയടി അടിച്ചിട്ട് അതിന്റെ കണ്ണിന്റെ അകത്ത് ചോര ചത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് നമ്മുടെ അടുക്കളക്കകത്ത്, എനിക്ക് ഇൻചാർജ് ആയിരുന്നതിനകത്ത് അടുക്കളക്കകത്ത് പിന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്, സ്റ്റോർ റൂമിൽ കൊണ്ട് അടച്ചിട്ടിരിക്കുമായിരുന്നു മയൂരി എന്ന് പറഞ്ഞ കുഞ്ഞിനെ. എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ അവിടെ കൊടുക്കുന്ന ശിക്ഷയാണ്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോള് അത്യാവശ്യം പ്രശ്നക്കാരിയാണ്, ബഹളം വികൃതിയൊക്കെ ഉള്ള സൈസാണ്. അപ്പം എന്നും രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേന് വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോഴേ അവർക്ക് ഒരു കരച്ചിലുണ്ട്. അപ്പം ഞാൻ ഇവളെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി, ബാത്റൂമിൽ അവിടെ നിന്ന് കരയിട്ട്. എന്നിട്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോളെ കരയിലെ നമ്മുടെ വീടല്ല, ഇത് ഒച്ചത്തിൽ കരയും, അതിനെ കരച്ചിൽ കണ്ടെങ്കിൽ നമ്മൾ ഉപദ്രവിച്ചാണെന്നേ പറയുള്ളൂ. അവസാനം ആ 5 മണിക്ക് മാഡം ഗ്രില്ലെല്ലാം കൂടെ തട്ടി തുറന്ന് ഓടി വന്നേക്കുന്നു. പിന്നെ എന്നിട്ട് കൊച്ചിനെ തൂക്കി ഒരു റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് കുറേ അടി കൊടുത്തെന്ന് തോന്നുന്നു, കുറേ അടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് അനക്കൊന്നുമില്ല. പിന്നെ അവൾ അതിനുശേഷം കരഞ്ഞിട്ടുമില്ല. കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും കൊണ്ടു കൊടുക്കുന്ന പൈസ ഇവിടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇവള് യൂസ് ചെയ്തിട്ട് കുട്ടികളെ പരിചരിക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടികളെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിക്കുക, അവരെ പഠിക്കാൻ അനുവദിക്കത്തില്ല. ബാലവേലയാണ്, ലിറ്ററലി ബാലവേലയാണ് ഈ ഓർഫനേജ് നടക്കുന്നത്. ഒരു കുഞ്ഞ് അടുക്കള ജോലി ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ കാലിൽ ചൂടുവെള്ളം വീണ് ഫുള്ള് പൊള്ളി, അങ്ങനെയുള്ള അവസ്ഥകൾ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ബാക്കിയുള്ള അന്തേവാസികളുടെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമാണ്. ക്ലീനിങ് സ്റ്റാഫിനെ ഒന്നും സെപ്പറേറ്റ് വെക്കത്തൊന്നുമില്ല, പൈസ കൊടുക്കണ്ടായി. അതുകൊണ്ട് ഇവരെ കൊണ്ട് തന്നെയാണ് ഈ മലവും മൂത്രവും ഒക്കെ പൂരിപ്പിക്കുന്നത്. എന്തിനേറെ പറയണം, ആരെങ്കിലും അവിടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് വരെ അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ വെച്ചാണ്. ഇതൊരു ഓർഫനേജ് ആണോ അതോ നരകമാണോ അതോ വേറെന്തെങ്കിലും ആണോ? ഇതിലും ഭേദം തെരുവിൽ കടന്നുറങ്ങുന്നതാണ്. ഇവിടെ വായിരിക്കുന്ന എല്ലാം കേൾക്കണം, ഇവിടെ ചൊൽപ്പടിക്ക് നിൽക്കണം, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് വേറെ. ഇത്തരം ക്രൂരതകളുടെ കഥകളാണ് ഈ ഒരു ഓർഫനേജിനെ പറ്റി പുറത്തോട്ട് വരുന്നത്. അന്നത് കഴിയുമ്പോഴത്തേക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്, ഇവർക്ക് ഓരോ ഡ്യൂട്ടി സമയമുണ്ട്, ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്ക് വരെ ഓരോ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ടൊക്കെ പോകുന്നത്. സ്പോൺസർഷിപ്പ് ആണ് ഇവിടെ മെയിൻ പരിപാടി. കുട്ടികളെ മുൻനിർത്തി പൈസ മേടിക്കുക, എന്നിട്ട് അത് ഇവര് യൂസ് ചെയ്യുക. കുട്ടികൾക്കൊന്നുമില്ല, ഇതാണ് മെയിൻ പരിപാടി. വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പത്തനാപുരത്ത് ഒരു 4 വർഷം മുമ്പ് ഒരു 2 നില വീട് പണിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്നും ഈ ലിസ്റ്റിൽ വന്നിട്ടേ ഇല്ല.
4 വർഷം മുമ്പാണ് എൻ്റെ പാലുകാച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടുത്തെ അന്തേവാസികളെ കൊണ്ട് തന്നെയാണ്, അവിടുത്തെ കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയി അവിടുത്തെ ക്ലീനിങ്, അതായത് പത്തനംതിട്ട വീട് കഴുകി തുടച്ചിടാൻ വേണ്ടി കൊണ്ടുപോയത്. എന്നെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. യവക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കുട്ടികളെയും ബാക്കിയുള്ള ആളുകളെയും നിർത്തിയിരിക്കുന്നത്. ഇവരവിടെ ഇരുന്ന് രാജാവ് കളിക്കുക, ബാക്കി എല്ലാവരും പരിചാരകര്. പത്തനംതിട്ട വീട് വെച്ച് അത് ആരുടെ പൈസയ്ക്കാണ് നിൽക്കുന്നത്? അത് ഈ പിള്ളേരുടെ പേരിൽ ആരെങ്കിലും സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന പൈസ വെച്ചിട്ടായിരിക്കും അതും വെച്ചത്. എന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ തന്നെ കൊണ്ടുപോകും. എന്റെ പൊന്ന് ഗിരിജ ചേച്ചി, സമ്മതിക്കണം കേട്ടോ നിങ്ങളെ. എന്നിട്ട് എന്നാ നന്മമരം കളിയാ, നന്മമരം അങ്ങ് ഒലിക്കുമായിരുന്നു. ഇത് എന്റെ മോളാണ്, ഇത് എന്റെ മോളെ പോലാണ്. ദൈവമേ. അതുപോലെ തന്നെ ഒരു തേങ്ങയൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങയ്ക്ക് വേണം അവിടെ കറി വെക്കാൻ. അപ്പൊ ചിന്തിച്ചോണം എത്രത്തോളം വെള്ളം അതിൽ ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം അതിൽ ഒഴിക്കും. അന്നദാനം വരുന്ന സമയം മാത്രം നല്ല ഫുഡ് ഉണ്ടാക്കും. കുട്ടികൾക്ക് കൊടുക്കത്തില്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യം. അമ്മമാർക്ക് കൊടുക്കത്തില്ല, അമ്മമാർക്ക് പായസം കൊടുക്കത്തില്ല, പപ്പടം കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പം പറയുന്നത് അമ്മമാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഷുഗർ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർക്കൊന്നും കൊടുക്കാത്തത്. ഒരപ്പം കൊണ്ട് 5000 പേര് ഊട്ടിയെന്ന് കണ്ട് കേട്ടിട്ടുണ്ട്. ഇത് ഒരു തേങ്ങ വെച്ചിട്ട് എത്ര പേരെയാണ് ഗിരിജ ചേച്ചി ഡെയിലി ഊട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗിരിജ ചേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ജയിലിലേക്ക് ഫുഡ് ഇതിനേക്കാളും എന്ത് ഭേദമായിട്ട് ആലോചിച്ച് നോക്ക്. ജയിലും ഇതുമൊക്കെ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ്. കുറ്റവാളികളെ നോക്കാൻ ആളുകളുണ്ട്, 3 നേരം കിടിലും ഫുഡ്. എന്നാൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഈ സാധനമൊക്കെ നോക്കാൻ ആരും ഇല്ല, നല്ല ആഹാരം ഇല്ല. ഒരു മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. രാവിലെ എണീറ്റ് പല്ല് വെക്കുക, കുളിക്കാൻ സോപ്പ്, ഇതുപോലും ഈ പെരട്ടത്തള്ള കൊടുക്കത്തില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് പോലും അവിടെ ബ്രഷോ പേസ്റ്റോ ഒന്നുമില്ല. പിന്നെ അവിടെ ആർക്കും പലതരം ബ്രഷോ പേസ്റ്റോ ഡ്രസ്സോ സോപ്പോ ഒന്നുമില്ല. കുട്ടികളൊക്കെ ബാർ സോപ്പില്ലേ, വല്ലപ്പോഴും ഇങ്ങനെ തുണി കഴുകുക എന്ന് പറഞ്ഞിട്ട് 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കലും ഒരു ബാർ സോപ്പ് എന്തെങ്കിലും കൊടുക്കും. ആ ബാർ സോപ്പ് വെച്ച് കുളിച്ചു മുഖത്തൊക്കെ, പിള്ളേർ അറിയില്ലല്ലോ, അവർക്ക് കുഞ്ഞു പിള്ളേരെ, അവർ മുഖത്തൊക്കെ തേച്ച് ആ ബാർ സോപ്പ് അവർക്ക് അലർജിയായിട്ട് ആ തുണിയെല്ലാം പൊള്ളിയ പോലെ ആവും മുഖം. ഇങ്ങനെയൊക്കെയാണ് അവർ കാണിക്കുന്നത്. കുളിക്കാൻ വേണ്ടി ബാർ സോപ്പ്. വേറൊരു വോയിസിൽ ഒരു കൊച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു, 10 രൂപയുടെ സോപ്പ് മേടിച്ചിട്ട് കട്ട് ചെയ്ത് 2 പേർക്ക് കൊടുക്കണം, 1 രൂപയുടെ ഷാമ്പു 2 പേര് പപ്പാതി എടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ജീവിതകാലം മൊത്തം ഇതങ്ങ് തുടരാന്ന് വിചാരിച്ചു കേട്ടോ. ഇവരുടെ കഷ്ടകാലത്തിനാണ് നീയൊക്കെ ആ കല്യാണം പബ്ലിക് ആക്കിയതും അതിനേക്കാളും വലിയ മണ്ടത്തരം കാണിച്ചത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ വ്ളോഗായിട്ട് തുടങ്ങിയതാണ്. നിന്റെയൊക്കെ കഷ്ടകാലത്തിന് എന്നും ഇതുപോലൊക്കെ ആൾക്കാരെ പറ്റിച്ച് ഊഞ്ഞാലടിച്ച് തിന്നാന്ന് വിചാരിച്ചാ ഈ പാവപ്പെട്ടവരുടെ കണ്ണീര്, അതിനാണ് നീ ഇപ്പൊ അനുഭവിക്കണം. ഈ ഓർഫനേജിൽ മെന്റൽ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമാണ്, അവരെ ഉപദ്രവമാണ്. അതിന്റെ കൂടെ ഒരു വോയിസ് ഞാൻ വെക്കാം. അമ്മമാര് അവര് പുറത്തോട്ടൊന്നും ഇറക്കി വിടാൻ പറ്റത്തില്ല. അവരെ വയലന്റ് ആവാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, അതിപ്പോ നമ്മളാണെങ്കിലും ഫുഡ് ശരിക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദേഷ്യം വരത്തില്ലേ. ഇപ്പൊ നമ്മൾ തെറി വിളിക്കുന്നില്ല എന്ന് മാത്രം, അവർ അത്രയും സുബോധം ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ട് അവർ തെറി വിളിക്കുന്നു, അവര് പ്ലേറ്റ് ഇട്ട് അടിക്കുന്നു, പിന്നെ ഇരിക്കുന്നിടത്ത് മോശം പോകുന്നു, യൂറിൻ പാസ് ചെയ്യുന്നു. അവർക്ക് അതിൻ്റെതായ ഇറിറ്റേഷൻസ് അവർക്ക് വരുന്നത് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്നു. ഇവര് മാസത്തിലൊരിക്കലോ ഒരു വർഷത്തിലൊരിക്കലോ കുളിപ്പിച്ച് ഇങ്ങനെ എടുക്കും ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ. അത് വരെ അവരുടെ ശരീരം പൊട്ടുന്നുണ്ടായിരിക്കും. സ്മെല്ലിൽ അടുത്ത് പോകാൻ പറ്റത്തില്ല ആരുടെയും. അങ്ങനെ ഇരിക്കും. ആർക്കും നൈറ്റ് കൊടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അവര് ഒരു ഡയപ്പർ പോലും കൊടുക്കത്തില്ല. എന്നിട്ട് ഇത്ര 1000 രൂപ ഡയപ്പർ പോകുന്ന, അങ്ങനെ ചെലവുണ്ട് ഇങ്ങനെ ചെലവുണ്ട്. വെറും ചുമ്മാ എന്ത് ചെയ്യാനോ. അതെ, ഈ പീരിയഡ്സ് ആവുന്ന പിള്ളേർക്ക് പാഡ് പോലും ഇല്ല. പിന്നെ എന്താ ചെയ്യാത്? ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുന്ന എപ്പോഴോ കൊണ്ടുവന്നിരിക്കുന്ന ഓൾഡ് സ്റ്റോക്ക് ഡയപ്പർ ഉണ്ടല്ലോ, അഡൽട്ട് ഡയപ്പർ, അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കേട്ട വോയിസ് അവിടെ മുൻപ് ഇതൊക്കെ അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെയാണ്. അച്ഛനും അമ്മയും പിരിഞ്ഞതിന് ശേഷം അമ്മ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ ഈ ഓർഫനേജിൽ ചേർത്തു. ആ പെൺകുട്ടി അവിടെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പെൺകുട്ടികൾക്ക് പാഡ്സ് പോലും കൊടുക്കാറില്ല എന്നാണ്. ഇവരെ മനുഷ്യനാണെന്ന് പിടുത്താൻ പറ്റുമോ? ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റൊരു സ്ത്രീക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനകത്ത് വരെ കൈയിട്ട് വരുന്ന എവളെയൊക്കെ എന്തുവാടേ പറയേണ്ടത്? ഇവർ പറയുന്ന കേട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്ത് പലതരം ശിക്ഷാമുറകളുണ്ട്. അതിനെപ്പറ്റി പറയുന്ന കേൾക്കാം. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പഴയ 2019 2018 ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും കമന്റ് വരും. ആ നിന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മുട്ടുകാലെ നിർത്തുക, മണിക്കൂറുകളോളം മുട്ടുകാലെ നിർത്തുക, റൗണ്ട് ചുറ്റി ഓടിപ്പിക്കുക. പിന്നെ അവിടുത്തെ ഗ്രൗണ്ടിൽ ആ സ്ഥലത്തൂടെ എന്നുള്ള ബിൽഡിംഗ് ചുറ്റിനും വെയിലാണെങ്കിലും ഓടിക്കുക. പിന്നെ ഒറ്റ കാലം നിർത്തുക, മറ്റേ കാലില് ചൂല് കൊണ്ട് അടിക്കുക. അങ്ങനെയൊക്കെയുള്ള ശിക്ഷാപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. ജയിലിലുണ്ടോ ഇതുപോലത്തെ ശിക്ഷാ നടപടികൾ? ഇവിടെ ചാക്കോമാഷിന്റെ ആരെങ്കിലും ആണ് മുട്ടുകാലം നിർത്താനും ഒറ്റക്കാലം നിർത്തി അടിക്കാനും ഒക്കെ? ഇതൊക്കെ ഈ CWCന്റെ തലപ്പത്തിരിക്കുന്ന ഏവന്മാരൊക്കെ അറിഞ്ഞു വെച്ചോണ്ടായിരിക്കും. മന്ത്രി ഇൻസ്പെക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മന്ത്രി ഇൻസ്പെക്ഷൻ നടത്തുന്ന ഒരു ഓർഫനേജിൽ ഇങ്ങനത്തെ കൊള്ളരുതായ്മ എങ്ങനെ നടക്കും? ഇതിന്റെ ബാക്കിൽ ഇവര് മാത്രമല്ല, വലിയൊരു ശൃംഖല തന്നെ കാണും. അന്വേഷിക്കണം. ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. 2009 2011 എന്തോ ആണ് ഈ ഒരു ഓർഫനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 15 കൊല്ലത്തോളമായി. ഈ 15 കൊല്ലത്തോളം എത്ര രൂപ ഇവര്
ഇതിനകത്തുനിന്ന് മുക്കിയിട്ടുണ്ടാവും. ആ പൈസക്കകത്തുനിന്ന് ഈ CWCന്റെ പല ഏമന്മാർക്കും പോയിട്ടും ഉണ്ടാവും, ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും നാള് ഇത് ജനങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്, അതും ആ കല്യാണം നടന്ന് ഇവരൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയതിന്റെ പേരിൽ മാത്രം. അല്ലെങ്കിൽ ഇത് ഇനിയും തുടർന്നു പോയേനെ. ആളുകൾ കാത്തിരിക്കുമായിരുന്നു ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ, ഇവൾ ഏതെങ്കിലും തരത്തിലൊന്ന് എക്സ്പോസ്ഡ് ആവാൻ വേണ്ടി. എക്സ്പോസ്ഡ് ആയപ്പോൾ ആളുകൾ സംസാരിച്ചു തുടങ്ങി. അതാണ് നിങ്ങൾ പോയി കേട്ടത്. ഇവർ ഈ നന്മമരം കളിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ, വ്ളോഗിങ് ചാനലുമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും പുറത്തോട്ട് വരത്തില്ല. ഇതെല്ലാം മുക്കി വെച്ചേനെ. മന്ത്ലി ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന് പറയുന്ന അവരും ഇത് കണ്ണടച്ചേനെ, CWCയും കണ്ണടച്ചേനെ. പലരും പല പരാതികളും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു പരാതിയുടെ പുറത്തും ഇവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല. ഇവരവിടെ രാജാവിനെ പോലെ വാഴുക. ഈ കുട്ടികളുടെ പേരിൽ പൈസ വിരിച്ച് അവള് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവർക്ക് നരകവും. ഭക്ഷണമില്ല, പാഡില്ല, സോപ്പില്ല, ബ്രഷ് ഇല്ല. ഒരു മനുഷ്യന് സെൽഫ് ഹൈജീനിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും നിഷേധിക്കപ്പെട്ട കുറെ ആളുകളാണ് ആ ഒരു ഓർഫനേജിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓർഫനേജുകൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതിപ്പോ ഒരു ഗിരിജ മാത്രമേ ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ. കേരളത്തിലെ പല ഓർഫനേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ചിലപ്പോൾ ഇതുപോലുള്ള അഴിമതികൾ ഉണ്ടാവും. ഇപ്പൊ ഇവർ ഈ എക്സ്പോസ്ഡ് ആയത് ആരും വന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും അല്ല, ഇത് ഇവരുടെ കയ്യിരിപ്പ് കാരണം എക്സ്പോസ്ഡ് ആയി പോയതാണ്. ഈ ഒരു ഓർഫനേജിൽ 1-2 മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ പറ്റിയും അന്വേഷിക്കണം. ഇവര് പ്രോപ്പറായിട്ട് നോക്കാതെ മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാതാണ് അവർ മരിച്ചത്. മരണത്തിലും ഇവർക്ക് കുറെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത്രയും കാലം ഇത് ഇങ്ങനെയാണ് മുന്നോട്ട് പോയെങ്കിൽ ഇത്തിരി അസുഖമുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ സ്വഭാവത്തെ പറ്റിയും അവിടെയുള്ള സ്റ്റാഫിനൊക്കെ വളരെ മോശം അഭിപ്രായമാണ്. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായമാണ്. അവിടുത്തെ ഒരു സ്റ്റാഫ് അവരുടെ കണ്ണാൽ കണ്ട കാര്യം, അത് കഴിഞ്ഞ് ആ കണ്ടതിന്റെ പേരിൽ അവരെ ഇവർ ദ്രോഹിച്ചതിനെ പറ്റിയും അവർ വന്ന് തുറന്നു പറയുന്നുണ്ട്. ആ വീഡിയോ കൂടെ ഞാനൊന്ന് വെക്കാം. 6 മിനിറ്റോളം ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടുനോക്ക്. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ദേവാസിയായിട്ട് തന്നെയാണ് കണ്ടത്. പിന്നെ രജിസ്റ്ററിനകത്ത് സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു 7-7:30 മണിയായി കാണും. 7:30 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ സമയത്തോട്ടൊന്നും അന്നദാനപ്പന്തലിലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല. വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ, നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നതല്ലേ, നേരത്തെ പോയി കിടന്നോന്ന്. അപ്പം പതിവില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേർ ഞാനും ഒക്കെ ഉണ്ട്. പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല, ചൈൽഡ് വെൽഫെയറിൻ്റെ പിള്ളേരായിരുന്നു അന്നത്. പക്ഷേ ഇപ്പോൾ അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും. ക്യാമറ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത്. ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല, ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടാൻ പറഞ്ഞ എന്നോട്. ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം, ഒരു കൈ വന്നിട്ട് 2ാമത്തെ നിലയാണ്, തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം. അപ്പോൾ 2ാമത്തെ നിലയാണ്. അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കതക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു. അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല, ഉണ്ണിയൊന്നും അവിടെ ഇല്ലാത്ത സമയം. അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരും ഉണ്ട് കൂടെ. അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട്. അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നേരം വെളുത്തൊരു 5 മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടത് തന്നെയാണ്, കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം രാവിലെ ഒരു കുറേ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഗോപിക്ക് എൻ്റെ ജാരനെ കണ്ടുവന്നു, എൻ്റെ ജാരനെ നോക്കിയിരിക്കുമായിരുന്നു നീ എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല പോകത്തില്ലേ, ഞാൻ ചോദിക്കാൻ പോകും. അപ്പം പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു,
അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടേ ഇല്ല, കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിനൊരു വാക്ക് പോലും വരെ പറയാൻ പോയിട്ടില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട്, അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടിച്ചെടുത്ത് അലമാരിക്കകത്ത് കയറ്റി. അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട്, പൊടി പിള്ളേരൊക്കെ. അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്ന് കരയുക. എന്നിട്ട് എന്നോട് പറയുക, നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും, ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരാതി എന്നെ പറ്റി എഴുതി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാനത് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 പൊടിക്കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, 3 പേരുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വളരെ ഭയം തോന്നി, വേറൊരു വഴിയും കാണുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും നേരെ വെളുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണൊരു വിചാരം ഉണ്ടായിരുന്നത്. വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടും ഇല്ല ഒരു കാര്യങ്ങളും. ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുക, നീ എൻ്റെ ജാരനെ കണ്ടുവന്ന്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതിൽ. ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ. പക്ഷേ ഞാൻ കണ്ടതാണ്, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടത് അതിനകത്ത് ഒരാളുണ്ടായിരുന്നു. അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടമാണ്, പുതിയ കെട്ടിടം. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ്. സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം. അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പകല് അവിടെ ഉണ്ടായിരുന്നു ആള്. വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈവച്ച് കതവടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടു പോയി. അവസാനം ഞാൻ തന്നെയായി കുറ്റക്കാരി. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, പറഞ്ഞു പോയത് നമ്മൾ ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ഇത് ഇപ്പം തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത്. ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നൽകുന്നതായിരിക്കും. കേട്ടല്ലോ, ഇതാണ് ഗിരിജ. അപ്പോ ഊവിന്റെ സ്ഥാനത്ത് എന്തൊക്കെ ചേർക്കണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇപ്പൊ 22 കുട്ടികളെ മാത്രമേ അവിടുന്ന് മാറ്റിയിട്ടുള്ളൂ. ബാക്കിയോടെ എത്ര പേരുണ്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഉടൻ തന്നെ മാറ്റണം. ഈ സാധനം സീൽ ചെയ്തിട്ട് ഇവക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അത് വെറുതെ എടുത്താൽ പോരാ. ഇത്രയും കാലം കൊണ്ട് ഇവള് എത്ര സ്വത്തുക്കൾ ഉണ്ടാക്കിയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. കാരണം അത് ഈ പാവപ്പെട്ടവരുടെ കണ്ണീരിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇവക്കും മകനും മകൾക്കും ഒന്നും വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇത് തന്നെയാണ് ഇവരുടെ ജോലി. അപ്പൊ ഇവരിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാറാണെങ്കിലും വീടാണെങ്കിലും എല്ലാം ഇതിൽ നിന്നുണ്ടാക്കിയതാണ്. ഇത് ചെറിയ കളിയൊന്നുമല്ല ഗൈസ്, സീരിയസ്ലി ഇത് ചെറിയ കളിയൊന്നുമല്ല. ഇവക്ക് നല്ല രീതിയിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ട്, നല്ല പിടിപാടുണ്ട്. ഇതിന്റെ അകത്ത് ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ മിക്കവാറും പലരും കുടുങ്ങും, പലരുടെ പേരും പുറത്തു വരും, മിക്കവാറും പല പ്രമുഖന്മാരും അതിനകത്ത് കാണും. അതുകൊണ്ട് ഇത് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പോഴെങ്കിലും ഇത് പുറത്തു വന്നത്. ഇവിടുത്തെ പല പ്രമുഖ ന്യൂസ് ചാനൽസിലും ഇതിന്റെ ന്യൂസ് വരുന്നുണ്ട്. ഏതെങ്കിലും ന്യൂസ് ചാനലിൽ ഈ പറയുന്ന ഓർഫനേജിന്റെ പേര് ജീവമാത എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഈ സ്ത്രീയുടെ പേര് പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. എവിടെയോ നടക്കുന്ന, പത്തനംതിട്ടയിൽ എവിടെയോ നടക്കുന്ന ഏതോ ഒരു ഓർഫനേജ് അവിടുത്തെ കുട്ടികളെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി, ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി, ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. അതും അത്ര പ്രാധാന്യമുള്ള ന്യൂസ് ആയിട്ടൊന്നും അല്ല അത് കൊടുക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഗൈസ്. അത് വേണ്ടപ്പെട്ട അധികാരികൾ തന്നെ അന്വേഷിച്ച് അത് കണ്ടെത്തണം എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, എങ്കിൽ